ഹായ് മക്കളെ, നമ്മൾ ഇന്ന് നമ്മളുടെ കെമിസ്ട്രിയിലെ കൈനറ്റിക്സ് ചാപ്റ്റർ, കെമിക്കൽ കൈനറ്റിക്സ് ആണ് തേർഡ് ചാപ്റ്റർ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ചുറ്റും ഒരുപാട് റിയാക്ഷൻസ് ഉണ്ടല്ലേ. നമുക്ക് പടക്കം പൊട്ടുന്ന റിയാക്ഷൻ അറിയാം, അതേപോലെ തന്നെ സ്ലോ ആയിട്ട് നടക്കുന്ന കൊറോഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ അറിയാം, ഒരു മോഡറേറ്റ് ആയിട്ട് സ്പീഡിൽ നടക്കുന്ന ഐസ് മെൽറ്റ് ആവുന്ന റിയാക്ഷൻ അറിയാം. ഇതെല്ലാം തന്നെ ഡിഫറെന്റ് സ്പീഡിലാണ് നടക്കുന്നത്. കെമിസ്ട്രിയിൽ നമ്മൾ ഈ സ്പീഡിനെ പറയാൻ വേണ്ടി പറയും റേറ്റ് ഓഫ് എ റിയാക്ഷൻ. അങ്ങനെ റേറ്റ് ഓഫ് ദ റിയാക്ഷനെയും റേറ്റ് ഓഫ് ദ റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനെല്ലാം കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് കെമിക്കൽ കൈനറ്റിക്സ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം എന്താണ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. മക്കളെ, റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മളിവിടെ റിയാക്റ്റന്റുകൾ റിയാക്ട് ചെയ്ത് എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് ആയിട്ട് മാറും. അപ്പൊ ഈ റിയാക്റ്റന്റ് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ എമൗണ്ട് എന്ത് ചെയ്യും? കുറഞ്ഞാണ് കുറെ പ്രൊഡക്റ്റുകളായിട്ട് മാറുന്നത്. റിയാക്റ്റന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എമൗണ്ടിന് നമ്മൾ പറയുന്നത് കോൺസെൻട്രേഷൻ എന്നാണ്. അപ്പൊ നമ്മളുടെ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നു, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. നമ്മളൊരു യൂണിറ്റ് ടൈം, ഒരു 10 മിനിറ്റ് ടൈം ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ 10 മിനിറ്റിൽ റിയാക്റ്റന്റ് കുറയും, പ്രൊഡക്റ്റ് കൂടും. ആ ഒരു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഓർ പ്രൊഡക്റ്റ് പെർ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ റിയാക്റ്റന്റ് പെർ യൂണിറ്റ് ടൈം. നമുക്ക് ഈ റേറ്റ് ഓഫ് ദ റിയാക്ഷന് അതേപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ ടേംസിലും പറയാൻ പറ്റും, റിയാക്റ്റന്റിന്റെ ടേംസിലും പറയാൻ പറ്റും. ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞു, ഒരു റിയാക്ഷൻ നടക്കാൻ നേരത്ത് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അവരുടെ എമൗണ്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്? കുറഞ്ഞാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റന്റ് പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് റേറ്റ് ഓഫ് ദ റിയാക്ഷനെ റെപ്രസെന്റ് ചെയ്യാം. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷനിൽ എന്താ സംഭവിക്കുന്നത്? പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസിങ് ആണല്ലേ. സോ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞ് നമുക്ക് റേറ്റ് ഓഫ് ദ റിയാക്ഷനെ ഇൻ ടേംസ് ഓഫ് പ്രൊഡക്റ്റ് വെച്ചും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഈ ഒരു ഡെൽറ്റ എന്ന് പറയുന്നത് ചേഞ്ചിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ആണ് ഡെൽറ്റ പി എന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ ടൈം ആണ് ഡെൽറ്റ ടി എന്ന് പറയുന്നത്. ഇതാണ് മക്കളെ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. നമ്മൾ ഈ ചാപ്റ്ററിൽ റേറ്റ് ഓഫ് ദ റിയാക്ഷനെ കുറിച്ചിട്ടും ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാമാണെന്നാണ് പഠിക്കുന്നത്. നമുക്ക് എക്സാമിന് വരുന്നത് ഒരു റിയാക്ഷൻ തന്നിട്ട് എങ്ങനെ അതിന്റെ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എഴുതാം. എക്സാമിന് ക്വസ്റ്റ്യൻ വരും, ഫൈൻഡ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. നമുക്ക് ഒരെണ്ണം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ദാ വരുന്നു നിങ്ങളുടെ മുന്നിലോട്ട്. Find the rate of the reaction. 2HI gives H2 plus I2. ഇതാണ് നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുന്നത്. ഈ ഒരു റിയാക്ഷൻ തന്നിട്ട് ഈ റിയാക്ഷന്റെ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എഴുതാൻ പറയും. എങ്ങനെ എഴുതും? നമ്മളിപ്പം പറഞ്ഞൂലേ, റേറ്റ് ഓഫ് ദ റിയാക്ഷൻ നമുക്ക് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ വെച്ചും പറയാം, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ വെച്ചും പറയാം. റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ വെച്ച് പറയാൻ നേരത്ത് ഡിക്രീസിങ് കോൺസെൻട്രേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മൈനസ് ഇട്ട് വേണം പറയാനായിട്ട്. മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്നും, പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ ഇൻക്രീസിങ് ആയതുകൊണ്ട് തന്നെ ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്നുമാണ് പറയുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റന്റുകൾ കുറയുകയാണ്. ഡെൽറ്റ മൈനസ് ഇടണം, അതിന്റെ കൂടെ തന്നെ ഡെൽറ്റ എച്ച് ഐ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഈ 1/2 എവിടെ നിന്ന് വന്നല്ലേ? ഇവിടെ 2 മോൾസ് ഓഫ് എച്ച് ഐ ആണ് റിയാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ 2 മോൾസിനെ 1/2 എന്ന് പറഞ്ഞാണ് എഴുതുന്നത്. എത്ര മോൾസ് ഓഫ് റിയാക്റ്റൻസ് ആണോ കമ്പൈൻ ചെയ്ത് പ്രൊഡക്റ്റ് ആയത് അതിന് നമ്മൾ ഒരു ഡിനോമിനേറ്റർ ആയിട്ടാണ് കൊടുക്കുന്നത് 1/2. ഈ 2 മോൾസിനെയാണ് നമ്മൾ 1/2 എന്ന് എഴുതിയേക്കുന്നത്. ഇവിടെ ഒന്നും നമുക്ക് മോൾസ് തന്നിട്ടില്ല, 1 മോൾ ഓഫ് ദ പ്രൊഡക്റ്റുകളാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ നമുക്ക് 1/1 എന്നുള്ളത് എഴുതണ്ട. സോ നമ്മൾ ഇവിടെ നേരെ പ്രൊഡക്റ്റ് എഴുതി പോയേക്കുന്നതാണ്. അപ്പൊ ഒന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് എന്റെ കൂടെ ഒന്ന് എഴുതി നോക്കിക്കേ.
-1/2. എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ എപ്പോഴും ഒരു റിയാക്ഷനിൽ കുറഞ്ഞാണ് വരുന്നത്. സോ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞതുകൊണ്ട് നമ്മൾ മൈനസ് സൈൻ കൊടുത്തു. 2 മോൾസ് ആണ് റിയാക്ട് ചെയ്തത്, അതിന് നമ്മൾ 1/2 എന്ന് കൊടുത്തു. കോൺസെൻട്രേഷൻ ഓഫ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് HI ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. ഒരു യൂണിറ്റ് ടൈം ആണ്, പെർ യൂണിറ്റ് ടൈം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഇൻ ടേംസ് ഓഫ് പ്രൊഡക്റ്റ് എഴുതാൻ നേരത്ത് മൈനസ് സൈൻ ആവശ്യമുണ്ടോ മക്കളെ? മൈനസ് സൈൻ നമുക്ക് ആവശ്യമില്ല, കാരണം ഇൻക്രീസിങ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്ന ഒരു റിയാക്ഷന്റെ. സോ നമ്മൾ അവിടെ എഴുതുന്നു ഡെൽറ്റ H2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ T ഇസ് ഈക്വൽ ടു, അടുത്ത നമുക്ക് 2 പ്രൊഡക്റ്റുകൾ കിട്ടിയല്ലേ, അപ്പൊ നമ്മൾ വീണ്ടും ഈക്വൽ ടു ഇട്ടിട്ട് അടുത്ത പ്രൊഡക്റ്റ് എന്താണോ അതിനെ കൂടെ നമ്മൾ എഴുതി വെക്കണം. അപ്പൊ നമ്മളോട് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചാൽ ഇത് തന്നെ ചോദിക്കണം എന്നൊന്നുമില്ല. ഏതൊരു രീതിയിലുള്ള പ്രോബ്ലം ആണെങ്കിലും നിങ്ങൾ റിയാക്റ്റന്റിന്റെ ടേംസിലും പ്രൊഡക്റ്റിന്റെ ടേംസിലും ഈക്വൽ ടു എന്നിട്ടിട്ട് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എഴുതിയാൽ മതി. ഇതാണ് നമ്മളുടെ കെമിക്കൽ കൈനറ്റിക്സിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് ഞാൻ ഇത്രയും നേരം പറഞ്ഞൂല്ലേ, ഈ റേറ്റ് ഓഫ് ദ റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടറുകൾ ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ്. ഈ ഒരു കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റിയാക്റ്റന്റുകളുടെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ നമ്മളുടെ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. റിയാക്റ്റന്റിന്റെ എമൗണ്ട് കൂടുതൽ നമ്മൾ എടുത്തു, അത്രയും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ കൂടാൻ പറ്റും. അപ്പൊ ഇവരെ രണ്ടുപേരെയും കൂടെ കണക്ട് ചെയ്യുന്ന നമ്മളുടെ റേറ്റ് ഓഫ് ദ റിയാക്ഷനെയും റിയാക്റ്റന്റുകളുടെ കോൺസെൻട്രേഷനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലോ ഉണ്ട്. ആ ലോയാണ് നമ്മൾ പറയുന്നത് റേറ്റ് ലോ. റേറ്റ് ലോ എന്ന് പറഞ്ഞാൽ റെപ്രസെന്റേഷൻ ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റന്റ്. ഞാൻ പറഞ്ഞു റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും റേറ്റ് ഓഫ് ദ റിയാക്ഷനും കൂടും. ഇവരെ തമ്മിൽ ഒരു ഡയറക്റ്റ് പ്രപ്പോർഷനിലാണ്. അപ്പൊ ഇവരെ തമ്മിൽ കണക്ട് ചെയ്ത് പറയുന്ന ഒരു ലോയാണ് റേറ്റ് ലോ എന്ന് പറയുന്നത്. ഈ ഒരു ഡയറക്റ്റ് പ്രപ്പോർഷൻ പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് ഈ റേറ്റ് ലോനെ ഇക്വേഷൻ ആയിട്ടും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഞാൻ എടുത്തു. ആ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് A moles of A reacted with B moles of B എന്നിട്ട് നമുക്ക് പ്രൊഡക്റ്റ് തരും C moles of C and D moles of D. അപ്പൊ നമുക്ക് റേറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റന്റ് ആണ്. റിയാക്റ്റന്റിന്റെ എമൗണ്ട് കൂടിയാൽ അതേപോലെ തന്നെ എന്ത് സംഭവിക്കും? റേറ്റ് ഓഫ് ദ റിയാക്ഷനും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾക്ക് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെന്ന് പറഞ്ഞതിനെ റേറ്റ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്മുടെ റിയാക്റ്റന്റ് ആണ് ഒന്നാമത്തെ ആള് കോൺസെൻട്രേഷൻ ഓഫ് എ, ഇനി അടുത്ത ആള് കോൺസെൻട്രേഷൻ ഓഫ് ബി ആണ്. ഇതിന്റെ മുകളിൽ ഞാൻ എക്സ് എന്നും വൈ എന്നാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്ന നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എയും സ്മോൾ ലെറ്റർ ബിയും ആണ്. ഞാൻ എന്തുകൊണ്ടാണല്ലേ സ്മോൾ ലെറ്റർ എക്ക് പകരം എക്സ് എന്നും കൊടുത്തു, സ്മോൾ ലെറ്റർ ബിക്ക് പകരം വൈ എന്നും കൊടുത്തു? നിങ്ങളും അത് ചിന്തിക്കും. കാരണം നമ്മൾ റേറ്റ് ലോ ഒരു ഇക്വേഷന്റെ എഴുതാൻ നേരത്ത് എപ്പോഴും ഈ എ എന്ന് പറയുന്നത് എക്സിന് ഈക്വൽ ആയിരിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് പറയാം എക്സ് എന്ന് പറയുന്നത് എപ്പോഴും എക്ക് ഈക്വൽ ആയിരിക്കില്ല. ഇതൊരു എക്സ്പെരിമെന്റലി ഡിറ്റർമൈൻഡ് ഫാക്ടർ ആണ്. നമ്മളൊരു റിയാക്ഷൻ എക്സ്പെരിമെന്റലി ചെയ്ത് നോക്കുമ്പോൾ ഏതെല്ലാം റിയാക്റ്റന്റുകളാണോ കൃത്യമായിട്ട് ആ റിയാക്ഷനിൽ പങ്കെടുത്തത് അവരെ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ? റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അല്ലാതെ അതിൻ്റെ അകത്ത് ആരൊക്കെ കിടന്നാലും നമ്മൾ അവരെ ഒന്നും മൈൻഡ് ചെയ്യില്ല. എക്സ്പെരിമെന്റലി നമ്മളിപ്പം കണ്ടുപിടിക്കാൻ നേരത്ത് ഇന്ന റിയാക്റ്റന്റുകൾ നല്ല പോലെ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ മാത്രമേ, അവരുടെ റേറ്റ് കോൺസെൻട്രേഷൻ കൂടിയാൽ അല്ലെങ്കിൽ അവരുടെ എമൗണ്ട് കൂടിയാൽ മാത്രമേ നമ്മളുടെ റേറ്റ് ഓഫ് ദ റിയാക്ഷനും കൂടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അവരെ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ എക്സ് എന്ന് പറയുന്നത് എപ്പോഴും എ തന്നെ ആവണം എന്ന്. എപ്പോഴും ചില സമയങ്ങളിൽ എക്സ് എന്ന് പറയുന്നത് എ ആയിരിക്കും, വൈ എന്ന് പറയുന്നത് ബി ആയിരിക്കും. പക്ഷെ ഓൾവേസ്
ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു എക്സ് ഓർ വൈ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് നമ്മളുടെ റേറ്റ് ലോയുടെ എക്സ്പ്രഷൻ. ഇതിന് നമുക്ക് ഈ പ്രപ്പോർഷണാലിറ്റീനെ കളയാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു കോൺസ്റ്റന്റ് എടുത്താൽ മതി. മാത്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, പ്രപ്പോർഷണാലിറ്റി വന്നു കളയാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോൺസ്റ്റന്റിന് ഇട്ട് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ പ്രപ്പോർഷണാലിറ്റി കളഞ്ഞ് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് റേറ്റ് ഓഫ് എ റിയാക്ഷൻ, റേറ്റ് ലോയിലെ റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ. ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ട് വെക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് വായിക്കുന്നേ. ഒരു റിയാക്ഷനിൽ അവരുടെ എമൗണ്ട് ആണ് അവരുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എഴുതി കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ. മക്കളെ നമ്മളോടില്ലേ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞ് ചോദിച്ചില്ലേ ഇൻ ടേംസ് ഓഫ് റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ്. അതേപോലെ തന്നെ ഒരു റിയാക്ഷൻ തന്നിട്ട് അതിന്റെ റേറ്റ് ലോ എഴുതാനും ചോദിക്കും. അപ്പൊ നിങ്ങൾ ഇതേ ഫോർമാറ്റിൽ എന്ത് ചെയ്താൽ മതി? റേറ്റ് ലോനെ എഴുതി വെച്ചാൽ മതി. ഈ കെ എന്ന് പറയുന്നത് എന്താണെന്നൊരു സംശയം കാണും. റേറ്റ് ലോ പറയാൻ വേണ്ടിയിട്ടാണല്ലേ നമ്മൾ അവിടുത്തെ ഒരു കോൺസ്റ്റന്റിന് എടുത്തേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ കെ എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. കെ എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ്. മനസ്സിൽ നോട്ട് ചെയ്ത് വെച്ചോ, റേറ്റ് കോൺസ്റ്റന്റ് ആണ് കെ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മള് നേരത്തെ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ യൂണിറ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്തില്ല. റേറ്റ് ഓഫ് ദ റിയാക്ഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ആണ്. മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. ഓക്കെ ആണോ? റേറ്റ് ഓഫ് ദ റിയാക്ഷനും റേറ്റ് ലോ എങ്കിൽ നമ്മൾ ഇനി അടുത്തൊരാളിലോട്ട് പോകുന്നു. നമ്മൾ റേറ്റ് ഓഫ് ദ റിയാക്ഷന്റെ ഇക്വേഷൻ ഇവിടെ എടുക്കുവാണ് കേട്ടോ. ഈ ഇക്വേഷന്റെ അകത്ത് റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സും കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ ഉണ്ട്. അവിടെ നമ്മൾ പറഞ്ഞു കെ എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണെന്ന്. മക്കളെ ഇനി നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ നമ്മളോട് ചോദിക്കാറുണ്ട്. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ കൂടാതെ നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് എന്താണ് റേറ്റ് ലോ എന്നുള്ളത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലെന്ന് തന്നെ പറയാം. ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരാളാണ് ഓർഡറും മോളിക്യുലാരിറ്റി. നമ്മൾ ഇനി നോക്കാൻ പോകുന്നതും എന്താണ് ഒരു റിയാക്ഷന്റെ ഓർഡർ, എന്താണ് ഒരു റിയാക്ഷന്റെ മോളിക്യുലാരിറ്റി, അതാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓർഡർ എന്താന്ന് ആദ്യം നോക്കാം. ഈ ഒരു എക്സ്പ്രഷൻ കണ്ടോ? ഈ ഒരു എക്സ്പ്രഷൻ കണ്ടില്ലേ? ഇതില് എ എന്ന് പറയുന്നതിന്റെ പവർ ആയിട്ട് എക്സ് ഉണ്ട്, ബി എന്ന് പറയുന്നതിന്റെ പവർ ആയിട്ട് വൈ ഉണ്ട്. ഇവന്മാരെ തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ 1 കൊടുത്തു എക്സിന് പകരം, വൈക്ക് പകരം 1 കൊടുത്തു. അപ്പൊ 1 + 1 2 ആണ് ആ റിയാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എപ്പോഴും ഡെഫിനീഷൻ വേണോ അല്ലേ? അപ്പൊ നമ്മൾ അതിനു വേണ്ടി ഒരു ഡെഫിനീഷനും പഠിക്കും. ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്താന്ന് ഇത്രേ ഉള്ളൂ മക്കളെ. റേറ്റ് ലോ എക്സ്പ്രഷൻ നമ്മൾ എഴുതുന്നതിലെ കോൺസെൻട്രേഷൻ ടേംസിന്റെ പവറുകളുടെ സമ്മിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർഡർ ഓഫ് എ റിയാക്ഷൻ. നോക്കിക്കേ, ഇതാണ് നമ്മുടെ റേറ്റ് ലോ എക്സ്പ്രഷൻ. അപ്പൊ ഇതിന്റെ കോൺസെൻട്രേഷൻ ടേംസ് ഇതാണ്, ഇവരുടെ പവർ ഇതാണ്, ഇതിന്റെ സം ആണ് എന്തെന്ന് പറയുന്നേ? ഓർഡർ ഓഫ് എ റിയാക്ഷൻ. ദാ ഇവിടെ ഉണ്ട്, സം ഓഫ് പവേഴ്സ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ ഈസ് കോൾഡ് ഓർഡർ ഓഫ് ദാറ്റ് കെമിക്കൽ റിയാക്ഷൻ. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഓർഡർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് റേറ്റ് ലോ എക്സ്പ്രഷൻ തന്നിട്ട് ഓർഡറിനെ കാൽക്കുലേറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഒരു റിയാക്ഷൻ തന്നിട്ട് റേറ്റ് ലോ എഴുതുക, എന്നിട്ട് ആ റേറ്റ് ലോയിൽ നിന്നും ആ റിയാക്ഷന്റെ ഓർഡർ കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ നമുക്ക് ഒരെണ്ണം ചെയ്ത് നോക്കാം, എങ്ങനെയാണ് നമുക്ക് ഓർഡർ ഓഫ് എ റിയാക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. Calculate the overall order of the reaction which has the rate expression. നമുക്ക് റേറ്റ് എക്സ്പ്രഷൻ തന്നു. അപ്പൊ നമ്മൾ ഇനി എന്ത് വേണ്ട? റിയാക്ഷനിൽ നിന്നും റേറ്റ് ലോ എഴുതണ്ട. ഓൾറെഡി നമുക്ക് റേറ്റ് ലോ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം വരുന്നത് റേറ്റ് റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 1/2 കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു 3/2. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കും മക്കളെ ആൻസർ വരെ? എല്ലാവരും ബുക്കൊക്കെ എടുത്തായിരിക്കും ക്ലാസ് കാണാനിരിക്കുന്നേ. ഒന്ന് ചെയ്ത് നോക്കിയേ. നമുക്ക് ഇക്വേഷൻ അറിയാം. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് വൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമ്മളുടെ എക്സ് എന്ന് പറയുന്നത് 1/2 ആണ്, വൈ എന്ന് പറയുന്നത് 3/2 ആണ്. 1/2 + 3/2 ചെയ്താൽ മതി. ഡിനോമിനേറ്റർ സെയിം ആണ്. ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും
4/2 which is equal to 2. 2 എന്ന് വന്നാൽ നമുക്ക് പറയാം സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. അതൊരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. അതാണ് ഒന്നാമത്തെ ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 3/2 ഉണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു -1 ഉണ്ട്. ഇതിന്റെ ഓർഡർ എങ്ങനെയാണ്? എക്സ് പ്ലസ് വൈ തന്നെയാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സ് എന്ന് പറയുന്നത് 3/2 ആണ്, വൈ എന്ന് പറയുന്നത് -1 ആണ്. സോ നമുക്ക് എഴുതാം 3/2 -1 which is equal to 1/2 എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ മാത്സിൽ പഠിച്ച പുലികളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കിട്ടിക്കാണും. 3/2 -1 എന്ന് പറയുന്നത് 1/2 ആണ്. 1/2 which means ഹാഫ് എന്നാണല്ലോ. അപ്പൊ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഹാഫ് ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കാം. സെറ്റ് ആണെങ്കിൽ നമ്മൾ ഇനി അടുത്തൊരാളിലോട്ട് പോവാണ്. ഓർഡർ നമ്മൾ പഠിച്ചു. ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിൽ ഓർഡറിന്റെ കൂടെ എടുത്തു ചോദിക്കുന്ന ഒരാളാണ് മോളിക്യുലാരിറ്റി. എന്താണ് മോളിക്യുലാരിറ്റി എന്ന് നമ്മൾ അറിഞ്ഞേ പറ്റുള്ളൂ. എന്നാലാണ് ഇവര് തമ്മിലുള്ള ഡിഫറൻസിനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മോളിക്യുലാരിറ്റി എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്കൊരു റിയാക്ഷൻ നടക്കുകയാണ്. ഈ റിയാക്ഷനിൽ എല്ലാവരും സൈമുൾട്ടേനിയസ് ആയിട്ട് കൊളൈഡ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? എഫക്റ്റീവ് ആയിട്ടുള്ള കൊളീഷൻ വഴി ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നടക്കുള്ളൂ. അതർവൈസ് ആ റിയാക്ഷൻ എന്ന് പറയുന്നത് അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും. ഒരു റിയാക്ഷൻ നല്ലൊരു റിയാക്ഷൻ ആയിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ സൈമുൾട്ടേനിയസ് ആയിട്ട് ആ റിയാക്ഷനിൽ എല്ലാവരും ഒരുമിച്ച് തമ്മി കൂട്ടിയിടിക്കണം. കുറെ റിയാക്ടന്റ് ഉണ്ട്. ഒരാൾ തെക്കോട്ടും ഒരാൾ വടക്കോട്ടും ഓടിപ്പോയി കഴിഞ്ഞാൽ റിയാക്ഷൻ വല്ലതും നടക്കുവോ? ഇല്ല. അവിടെ നമുക്ക് എന്ത് വേണം? എല്ലാരും തമ്മില് ഒരു ബോണ്ടൊക്കെ വേണമല്ലേ? അപ്പൊ അതിനു വേണ്ടി അവര് തമ്മിൽ കൂട്ടിയിടിക്കണം. അങ്ങനെ ഒരു റിയാക്ഷനിൽ എത്ര പേര്, എത്ര റിയാക്ടിങ് സ്പീഷീസ് എഫക്റ്റീവ് ആയിട്ട് കൂട്ടിയിടിച്ച് നമുക്ക് പ്രൊഡക്റ്റിനെ തരുന്നുണ്ടോ ആ നമ്പറിനെയാണ് നമ്മൾ മോളിക്യുലാരിറ്റി എന്ന് പറയുന്നത്. ഞാനിപ്പം 2 എ എന്ന് പറയുന്ന മോളിക്യൂളിനെയും 3 ബി എന്ന് പറയുന്ന മോളിക്യൂൾ, 3ഉം 2ഉം കൂടെ ചേർന്നിട്ട് 5 പേര് നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കി തരുന്നു എന്ന് വിചാരിക്കുക. ഈ 3 + 2 എടുക്കുന്നതാണ് നമ്മളുടെ മോളിക്യുലാരിറ്റി എന്ന് പറയുന്നത്. സോ മോളിക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ്, ആറ്റംസ് ആകാം, അയോൺസ് ആകാം, മോളിക്യൂൾസ് ആകാം, വിച്ച് ടേക്ക് പാർട്ട് ഇൻ ആൻ എലമെന്ററി റിയാക്ഷൻ. സംശയം വരും, എലമെന്ററി റിയാക്ഷൻ എന്താന്ന്? മക്കളെ, എലമെന്ററി റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ് എലമെന്ററി റിയാക്ഷൻ. അപ്പൊ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ എത്ര നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് തമ്മിൽ കൂട്ടിയിടിച്ചിട്ടുണ്ടോ അവരുടെ എണ്ണം. വിച്ച് മസ്റ്റ് കൊളൈഡ് സൈമുൾട്ടേനിയസ്ലി ടു ബ്രിങ് അബൌട്ട് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൾഡ് മോളിക്യുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. അപ്പൊ നമ്മളിപ്പം പറഞ്ഞു ഓർഡർ എന്താണെന്നും മോളിക്യുലാരിറ്റി എന്താണെന്നും. ട്വിസ്റ്റ് ഉണ്ട്. പരീക്ഷയ്ക്ക് എല്ലാ വർഷവും സ്റ്റേറ്റ് ബോർഡിൽ എക്സാം നടക്കാൻ നേരത്തെ എല്ലാ വർഷവും ചോദിക്കുന്നത് എന്താണെന്നറിയോ? ഓർഡറും മോളിക്യുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ചോദിക്കാറ്. കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓർഡറും മോളിക്യുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് 2 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും ഡിഫറൻഷിയേറ്റ് ഓർഡർ ആൻഡ് മോളിക്യുലാരിറ്റി. 2 മാർക്സ് എന്ന് പറഞ്ഞാൽ മിനിമം 4 പോയിന്റുകൾ നിങ്ങൾ എഴുതണം. പിന്നെ നിങ്ങളോട് ചോദിക്കാറ് മോളിക്യുലാരിറ്റി കണ്ടുപിടിക്കാനും ഓർഡർ കണ്ടുപിടിക്കാനും ചോദിക്കും. അതല്ലാതെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വേറെ ഒന്നും ചോദിക്കില്ല. നമ്മൾ എന്ത് പഠിക്കുന്നു അത് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം ഓർഡറും മോളിക്യുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന്. മക്കൾ എല്ലാവരും എഴുതിയെടുത്തോ. 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്, ഷുവർ ആയിട്ടും എല്ലാ വർഷവും ചോദിക്കാറുണ്ട് ഇവരെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ഇത്രയും നേരം കേട്ടിരുന്നോണ്ട് നിങ്ങൾക്ക് അറിയാം എന്തായിരുന്നു ഇവരുടെ ഡെഫിനീഷൻ, എന്താണ് ഓർഡർ, എന്താണ് മോളിക്യുലാരിറ്റി. അത് തന്നെയാണ് എന്ത് ഫസ്റ്റ് ഡിഫറൻസിയേഷൻ. നമ്മൾ പറഞ്ഞു ഓർഡർ എന്ന് പറഞ്ഞാല് നമ്മൾ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതില്ലേ? റേറ്റ് ലോ എക്സ്പ്രഷനിലെ കോൺസെൻട്രേഷൻ ടേംസിന്റെ പവറുകളുടെ സം ആണ് ഓർഡർ എന്ന് പറയുന്നത്. സം ഓഫ് പവേഴ്സ് ഓഫ് ദ കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് ലോ ഇക്വേഷൻ. അതാണ് നമ്മളുടെ ഓർഡർ. മോളിക്യുലാരിറ്റി ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു എലമെന്ററി റിയാക്ഷനിൽ സൈമുൾട്ടേനിയസ് ആയിട്ട് എത്ര പേര് എഫക്റ്റീവ് ആയിട്ട് കൂട്ടിയിടിക്കുന്നുണ്ട് ആ നമ്പർ ആണ് മോളിക്യുലാരിറ്റി. ദ റിയാക്ടിങ് സ്പീഷീസ് അണ്ടർഗോയിങ് സൈമുൾട്ടേനിയസ് കൊളീഷൻ ഇൻ ദ റിയാക്ഷൻ, അവരാണ് എന്തെന്ന് പറയുന്നേ മോളിക്യുലാരിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിഫറൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവരെ നമുക്ക് എക്സ്പെരിമെന്റലി ഡിറ്റർമൈൻ ചെയ്യാം. ഞാൻ പറഞ്ഞു
എക്സും വൈയും നമ്പർ ഓഫ് മോൾസിന് ചിലപ്പോൾ ഈക്വൽ ആകാം, ചിലപ്പോൾ ഈക്വൽ അല്ലാണ്ടിരിക്കാം. എക്സ്പെരിമെന്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്തെടുക്കുന്നതാണ് ഓർഡർ എന്ന് പറയുന്നത്. പക്ഷെ മോളിക്കുലാരിറ്റി അങ്ങനെ ഒന്നുമില്ല, പ്യുവർലി ബേസ്ഡ് ഓൺ തിയറട്ടിക്കൽ കൺസെപ്റ്റ് ആണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇവര് സംടൈംസ് അല്ലെങ്കിൽ എവറി ടൈം ഇവർക്ക് എന്താകാൻ സാധിക്കും? ഹോൾ നമ്പർ ആകാം, സീറോ ആകാം, മേ ബി ഫ്രാക്ഷൻ വരെ ആകാം. കാരണം നമ്മൾ ഓൾറെഡി ഇപ്പൊ ചെയ്ത് നോക്കിയില്ലേ, നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്തതിൽ ഒരെണ്ണം 2 ആണ് വന്നത്, ഒരെണ്ണം എത്രയോ വന്നേ? ഫ്രാക്ഷൻ 1/2 അല്ലേ വന്നത്. അപ്പൊ നമുക്ക് പറയാം ഓർഡറിന് എന്ത് വേണമെങ്കിലും ആകാം, ആര് വേണമെങ്കിലും ആകാം. എന്താണ്? അവർക്ക് ഹോൾ നമ്പർ ആകാം, ഫ്രാക്ഷൻ ആകാം, സീറോ ആകാം. പക്ഷെ മോളിക്കുലാരിറ്റി പാവം, അവർക്ക് എല്ലാവരും ഒന്നും ആവാൻ പറ്റുമൊന്നുമില്ല. അവർ ഓൾവേസ് എന്തായിരിക്കും? ഹോൾ നമ്പർ ആയിട്ടായിരിക്കും ഇരിക്കുക. 1 + 2 3 ആയിരിക്കും, 1 + 1 2 ആയിരിക്കും. എപ്പോഴും അവരെന്തായിരിക്കും? ഹോൾ നമ്പർ ആയിട്ടായിരിക്കും ഇരിക്കുക. ലാസ്റ്റ് ഇവരുടെ ഒരു ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്, ഇവര് നമുക്ക് റിയാക്ഷൻ മെക്കാനിസത്തെ കുറിച്ചൊരു ഐഡിയ ഒക്കെ തരും. അതായത് കുറേ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ നമ്മൾ വിളിക്കും കോംപ്ലക്സ് റിയാക്ഷൻ. കോംപ്ലക്സ് റിയാക്ഷനുകളിൽ ഏറ്റവും സ്ലോ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും. ആ സ്ലോ സ്റ്റെപ്പ് ആയിരിക്കും ആ റിയാക്ഷന്റെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോംപ്ലക്സ് റിയാക്ഷനുകളിൽ. അപ്പൊ കോംപ്ലക്സ് റിയാക്ഷനുകളിൽ നമുക്ക് ഓർഡറിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പറയാം ഇതൊരു കോംപ്ലക്സ് റിയാക്ഷൻ. എലമെന്ററി റിയാക്ഷനുകൾക്ക് മാത്രമേ മോളിക്കുലാരിറ്റി പറയാൻ പറ്റുള്ളൂ. ഇവിടെ പക്ഷെ കോംപ്ലക്സ് റിയാക്ഷനുകൾക്ക് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഡറിനെ പറയാൻ പറ്റും. അപ്പൊ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാം എന്തെങ്കിലും റിയാക്ഷൻ മെക്കാനിസം ഇതിന്റെ ബിഹൈൻഡ് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ കുറച്ചൊക്കെ ഐഡിയ എന്ത് തരും? ഈ ഓർഡർ തരും, ഗിവ് സം ഐഡിയ അബൌട്ട് റിയാക്ഷൻ മെക്കാനിസം. പക്ഷെ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ എലമെന്ററി റിയാക്ഷനുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് എന്താണ്? ബുദ്ധിമുട്ടാണ്. ഇവരുടെ ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന കാര്യം മാത്രമേ മോളിക്കുലാരിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ അതിന്റെ പിന്നിലുള്ള റിയാക്ഷൻ മെക്കാനിസത്തെ കുറിച്ചൊക്കെ ഐഡിയ ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സോ റിയാക്ഷൻ മെക്കാനിസത്തെ കുറിച്ച് ഐഡിയ ഒന്നും തരാത്തവരാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ ഇന്നിപ്പം നമ്മൾ പറഞ്ഞതിൽ വൺ ഓഫ് ദ വെരി 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓർഡർ എന്താണ്, മോളിക്കുലാരിറ്റി എന്താണ്. മക്കളെ നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഈ ഒരു 4 ഡിഫറൻസിയേഷൻ ഇതിങ്ങനെ പഠിച്ചു വെക്കുക. 2 മാർക്സിന് വന്നാൽ ഓരോന്നിനും ഹാഫ് മാർക്ക് ആയിരിക്കും. അപ്പൊ 4 ഡിഫറൻസിയേഷനും നിങ്ങൾ ഇതേപോലെ തന്നെ എഴുതി വെക്കണം. പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. അത് നമ്മൾ ചെയ്തു. നമുക്കൊരു റേറ്റ് ലോ എക്സ്പ്രഷൻ തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഓർഡർ ഓഫ് എ റിയാക്ഷനെ കണ്ടുപിടിച്ചു. പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഈ ഒരു ഏരിയയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്ന അടുത്തൊരു ചോദ്യമാണ് ഒരു റിയാക്ഷൻ തന്നിട്ട് റേറ്റ് ഓഫ് എ റിയാക്ഷൻ എഴുതുന്നത്. അതാണ് നമ്മൾ ആദ്യം ചെയ്തു നോക്കിയത്. പിന്നെ നമ്മൾ ഇൻ ബിറ്റ്വീൻ ഒരു കാര്യം കൂടെ നോക്കി, റേറ്റ് ലോ എന്താണെന്നുള്ളത്, റേറ്റ് ലോ എക്സ്പ്രഷൻ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം മക്കള് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് വായിച്ച് മനസ്സിലാക്കി എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പിന്നെയും കാണാം. ബൈ മക്കളെ.